നമസ്കാരം. മലയാളത്തിലെ ഏറ്റവും മനോഹരമായ വാക്ക് ഏതാണെന്ന് ചോദിച്ചാൽ മലയാളികൾ ഒന്നടങ്കം പറയും അത് അമ്മ എന്ന വാക്കാണെന്ന്. എന്നാൽ ഇന്ന് ആ അമ്മ എന്ന വാക്കിന് അല്പം മങ്ങലേറ്റിരിക്കുന്നു. സ്വന്തം സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി 10 മാസം നൊന്ത് പ്രസവിച്ച സ്വന്തം മക്കളെ ക്രൂരമായി പീഡിപ്പിക്കാനും അവരെ അരുംകൊല ചെയ്യാനും മാത്രം മനസ്സുറപ്പുള്ള ഒരു കൂട്ടം അമ്മമാർ ഇന്ന് ഈ സമൂഹത്തിൽ ഉടലെടുത്തിരിക്കുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിലുള്ള വേദനാജനകമായ ഈ വാർത്തകൾ നമ്മളിലേക്ക് എത്തുമ്പോൾ സ്വന്തം മക്കളെ വാത്സല്യത്തോടെ, സ്നേഹത്തോടെ, കരുതലോടെ നോക്കിക്കാണുന്ന മറ്റൊരു കൂട്ടം മാതാപിതാക്കളെ ഇത് വേദനിപ്പിക്കുന്നു, കരയിപ്പിക്കുന്നു. സ്വന്തം മക്കളല്ലെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചിറക് വിരിച്ചു പറക്കും മുന്നേ ചിറകറ്റുപോയ ആ ചിത്രശലഭങ്ങൾക്ക് വേണ്ടി ഒരിറ്റ് കണ്ണീരോടെ അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ അവർ ഈ ലോകത്തോട് പറയാൻ കൊതിച്ച അവരുടെ വാക്കിലൂടെ, നോവിലൂടെ എൻ്റെ ഈ ഒരു കുഞ്ഞു നോവ് എന്ന കവിത നിങ്ങൾക്കായി സ്നേഹത്തോടെ സമർപ്പിക്കുന്നു. ഇരുളാർന്നൊരേ മുറിക്കുള്ളിൽ അകപ്പെട്ടു ഹൃദയം നുറുങ്ങി ഞാൻ തേടുമ്പോൾ 10 മാസം ചുമന്നെന്നെ പ്രസവിച്ചൊരമ്മയുന്നുണ്ടോ എൻ കണ്ണീർ കാണാൻ? എന്നമ്മയുന്നുണ്ടോ എൻ കണ്ണീർ കാണാൻ? ഓരോരോ പകലും തീരരുതേയെന്നു പ്രാണൻ പിടഞ്ഞു ഞാൻ കൈവണങ്ങും. രാവുറങ്ങുമ്പോൾ ഞാൻ ഏങ്ങിക്കരയുമാ ക്രൂരമായ കരങ്ങൾക്കു മുന്നിൽ. തൊഴുകൈകളോടെ നിറകണ്ണോടെ അരുതേ എന്നെ കൊല്ലരുതേ. പൈശാചികമായോരാക്കരങ്ങളിലെൻ പിഞ്ചു ശരീരം നോവാൽ പിടഞ്ഞു. അമ്മേ എന്നോ ഞാൻ ആർത്തു വിളിച്ചു, എന്നമ്മ പോലും എന്നെ നോക്കിയില്ല. ഒരു നിമിഷമെൻ കുഞ്ഞുഹത്തിൽ 1000 ചോദ്യങ്ങളലയടിച്ചുയർന്നു പൊങ്ങി. എന്തിനാണമ്മേ എനിക്കു നീ ഇങ്ങനൊരു ശാപമാം ജന്മം പകുത്തു നൽകി? വേദന മാത്രം അനുഭവിക്കാനൊരു നശ്വരമാം ജീവനിന്നു നൽകി. മാതൃവാത്സല്യം കൊതിച്ചു ഞാനമ്മതൻ ചാരത്തു വന്നൊന്നു നിന്നിടുമ്പോൾ പാലമൃതേന്തിയ മാറോടു ചേർത്തെന്നെ സ്നേഹാമൃതത്താൽ കൊൽകിയില്ല. കൊഞ്ചിക്കൊണുങ്ങി ഞാനമ്മതന്നരികിലായി വന്നോ മിഴിക്കോമ്പി നിന്നിടുമ്പോൾ സ്നേഹം തുളുമ്പേണ്ട മിഴികളിൽ ഞാനെന്നും ദർശിച്ചതോ ദേഷ്യഭാവമല്ലോ. താരാട്ടുപാട്ടൊന്നു കേട്ടുറങ്ങാനായി ഞാനേറെ കൊതിച്ച രാവേറെയുണ്ട്. ഇരുളിൻ്റെ മാറാല കെട്ടിൽ കിടന്നു ഹൃദയം നുറുങ്ങി വിടവാങ്ങി ഞാനും. ഇനി എനിക്കായൊരു ജന്മമതുണ്ടെങ്കിൽ വാത്സല്യ നിധിയായൊരമ്മയെ നൽകേണമേ. വാത്സല്യ നിധിയായൊരമ്മയെ നൽകേണമേ.
താങ്ക് യു.